ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ പുതിയൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓക്സിലറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിന് ആൻസേഴ്സ് പറയാനും ഒക്കെയാണ് അല്ലേ. എന്നാൽ നമ്മുടെ ഓക്സിലറീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ വേർഡ് അതൊക്കെയാണ്. വാട്ട്, വെന്ന്, വിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സുകളുണ്ട് അല്ലേ. എന്നാൽ ഈ ഒരു വാട്ടും വേറും വിച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. എന്താണ് നീ പോവാത്തത്, എന്താണ് നീ ഇന്ന് പോകുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നീ എന്താ ചെയ്തത്. എപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുള്ളതാണ് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഈ നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്റ്റാണ് അല്ലേ. നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്സിലറി വരുന്നത് എന്താണ്, ഡിഡാണ്. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് എന്നുള്ളതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. അതേതാ, വാട്ട് എന്നാണ്. അപ്പോൾ വാട്ട് ഡിഡ് യു ഡു, വാട്ട് ഡു യു ഡു, നീ എന്താ ചെയ്തത്. ഇനി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിലോ, നീ എന്താ ചെയ്തത് എന്ന് പറയുമ്പം പാസ്റ്റായി. നീ എന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ പറയും, നീ എന്താ ചെയ്യുന്നത്. ചെയ്യുന്നത് എന്നുള്ളതൊരു കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ നീ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആറാണ്. അപ്പം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ടുമാണ്. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്. ഇനി അവൾ എന്താണ് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കുക. അവൾ എന്താണ് ചെയ്യുന്നത് എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ഷീ ഡൂയിങ്, വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്ന് ചോദിക്കാം. നേരത്തെ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞ പോലെ വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഡസ് ഷീ ഡു, വാട്ട് ഡസ് ഷീ ഡു, അവൾ എന്താണ് ചെയ്യുന്നത്. രണ്ട് രീതിക്ക് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു റൂൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ അവിടെ ഈസാറാം യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. അതെല്ലാം നമ്മൾ അറിയാത്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഡൂം ഡസും യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, അവർക്ക് എന്താണ് ആവശ്യം. അവർക്ക് എന്താണ് ആവശ്യം. ഇവിടെ ആവശ്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സബ്ജക്റ്റ് അവരാണ്. വാട്ട് ഡു ദേ നീഡ്, വാട്ട് ഡു ദേ നീഡ്, അവർക്ക് എന്താണ് ആവശ്യം. ഒരാളോട് നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്കെന്താ ഉള്ളത്, നിനക്കെന്താ ഉള്ളത്. ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഹാവ് ഓർ ഹാസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിനക്ക് എന്താണ് ഉള്ളത് എന്നാണ്. നിനക്ക് എന്ന് പറയുമ്പം യു ആണല്ലോ. അപ്പം നിനക്ക് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. വാട്ട് ഡു യു ഹാവ്. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ എന്താ പഠിച്ചു, എന്താണ് എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഡു യു ഹാവ് അല്ലെങ്കിൽ ഡു യു നീഡ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. നിനക്ക് വേണോ, ഡു യു നീഡ്. അല്ലെങ്കിൽ എന്താണ്, നിനക്കുണ്ടോ, ഡു യു ഹാവ്, ഇങ്ങനെയാണ്. അപ്പം നിനക്ക് എന്താണ് ഉള്ളത് എന്ന് പറയുമ്പോഴേ ഇവിടെ എന്താണ് എന്നും കൂടി നമ്മളവിടെ ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വാട്ട് ഡു യു ഹാവ്, വാട്ട് ഡു യു ഹാവ്, നിനക്ക് എന്താണ് ഉള്ളത്. ക്ലിയർ ആയോ. നെക്സ്റ്റ്, അവന് അതിനെക്കുറിച്ച് എന്തറിയാം അല്ലേ. എന്തറിയാം, നിനക്ക് എന്തറിയാം. ഈ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ യു നോ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അവന് അതിനെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുമ്പോഴേ വാട്ട് ഡസ് ഹി നോ, വാട്ട് ഡസ് അല്ലേ. ഹിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. സോ വാട്ട് ഡസ് ഹി നോ, അവൻ എന്തറിയാം, അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്. അപ്പോൾ വാട്ട് ഡസ് ഹി നോ അബൌട്ട് ഇറ്റ്, അവന് അതിനെക്കുറിച്ച് എന്തറിയാം. ഓക്കെ, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഡു പഠിച്ചു, ഡസ് പറഞ്ഞു, ഡു, ഡസ്, അതുപോലെ ഡിഡ്, ഇവയെല്ലാം നമ്മൾ വാട്ട് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നാണ് അല്ലേ. അപ്പം പഠിക്കുന്നത്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളവിടെ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചോദിക്കും, വാട്ട് ആർ യു
സ്റ്റഡിയിങ്? വാട്ട് ആർ യു സ്റ്റഡിയിങ്? നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് എന്താണ്? നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി എന്തായിരിക്കും? ആറായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വാട്ടാണ്. വാട്ട് ആർ യു സ്റ്റഡിയിങ്? അവൻ എന്താണ് കളിക്കുന്നത്? അവൻ എന്താണ് കളിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് അവനാണ്. അവനാകുമ്പോൾ നമ്മൾ ഓക്സിലറി ഈസ് ആയിരിക്കും. വാട്ട് ഈസ് ഹി പ്ലേയിങ്? വാട്ട് ഈസ് ഹി പ്ലേയിങ്? സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ഹി പ്ലേയിങ്? നെക്സ്റ്റ്, രാജു എന്താ പറഞ്ഞത്? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. രാജു എന്താ പറഞ്ഞത് എന്നാണ്. പറയുന്നത് എന്നല്ല, പറഞ്ഞത് എന്നാണ്. കഴിഞ്ഞു പോയതാണ്. എന്താണ് രാജു പറഞ്ഞത്? അപ്പോൾ വാട്ട് ഡിഡ് ആണ് വരേണ്ടത്. വാട്ട് ഡിഡ് രാജു സേ? വാട്ട് ഡിഡ് രാജു സേ? രാജു എന്താണ് പറഞ്ഞത്? സേ. ഇനി രാജു എന്താണ് പറയുന്നത് എന്നാണെങ്കിലോ, വാട്ട് ഈസ് രാജു സേയിങ്? വാട്ട് ഈസ് രാജു സേയിങ്? രാജു എന്താണ് പറയുന്നത്? അപ്പം നമ്മൾ പാസ്റ്റും പറഞ്ഞു, പ്രസൻറ്റും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, നമ്മളെപ്പോഴും ചോദിക്കാറുള്ളതാണ്, എന്തായിരുന്നു നിൻ്റെ പ്ലാൻ? എന്തായിരുന്നു നിൻ്റെ പ്ലാൻ? അല്ലേ? ഇപ്പം എവിടെയെങ്കിലും പോകാനൊക്കെ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പോയി വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ച പ്ലാനിങ് ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തായിരുന്നു നിൻ്റെ പ്ലാൻ? എന്താണ് എന്നല്ല, എന്തായിരുന്നു നിൻ്റെ പ്ലാൻ? എങ്ങനെ വാട്ട് വാസ് യുവർ പ്ലാൻ? വാട്ട് വാസ് യുവർ പ്ലാൻ? അതായത് ഇവിടെ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എന്തായിരുന്നു? വാട്ട് വാസ് നിൻ്റെ പ്ലാൻ? യുവർ പ്ലാൻ. വാട്ട് വാസ് യുവർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നിൻ്റെ പ്ലാൻ? ഓക്കെ, നെക്സ്റ്റ്, നമ്മളിപ്പം എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തായിരുന്നു അവരുടെ വീട്ടിലെ ഭക്ഷണം എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ ഭക്ഷണം എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ വീട്ടിൽ ഭക്ഷണം? അപ്പം അവരുടെ വീട്ടിൽ എന്തായിരുന്നു ഭക്ഷണം എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവരുടെ വീട്ടിൽ എന്തായിരുന്നു ഭക്ഷണം എന്നാണ്. വാട്ട് വാസ്, അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വാട്ട് വാസ് ദ ഫുഡ് ഇൻ ദെയർ ഹൗസ്? വാട്ട് വാസ് ദ ഫുഡ് ഇൻ ദെയർ ഹൗസ്? അവരുടെ വീട്ടിൽ എന്തായിരുന്നു ഭക്ഷണം? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറീസിൻ്റെ കൂടെ എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് എന്തായിരുന്നു അല്ലെങ്കിൽ എന്താകുന്നു, എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് വാട്ടും നമ്മുടെ ഓക്സിലറിയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചതിൻ്റെ മുമ്പേ ഒരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, അതായത് ഇപ്പം വാട്ട് പഠിച്ചു, ഇനി ഹൂ, വെൻ, വേർ, വിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പഠിച്ച ഓക്സിലറീസ് നമ്മുടെ കൂടെ വരണം എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.